കളമശ്ശേരിയിലെ ജ്വല്ലറിയിലെ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. മലപ്പുറം സ്വദേശികളായ സഹോദരങ്ങൾ ജ്വല്ലറിയിൽ നിന്ന് മാല കവരുകയായിരുന്നു. സ്വർണം എന്ന് കരുതി പ്രതികൾ മോഷ്ടിച്ചത് മോഡലിനായി വെച്ച 8000 രൂപ വിലയുള്ള മാലകളായിരുന്നു. പ്രതികൾ സ്ഥിരം മോഷ്ടാക്കളെന്ന് പോലീസ്. കടയിൽ എത്തിയവരുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച ശേഷമായിരുന്നു കവർച്ച. ഈ മോഷണ ശ്രമത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണിത്. എടുത്തോ ഫോട്ടോ കുഴപ്പമില്ല എടുത്തോ. അതിന് കുഴപ്പമില്ല. സംഭവ സ്ഥലത്ത് നിന്നും അരുൺ ശങ്കർ വിശദമായി പറയും എന്താണ് സംഭവിച്ചത് എന്ന്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇടപ്പള്ളി പൂക്കാട്ടുപടി റോഡിൽ ബിവറേജിന് സമീപത്തുള്ള സാറ ഗോൾഡൻ ഡയമണ്ടിൽ മോഷണശ്രമം നടന്നത്. ഈ മോഷണശ്രമത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. 2 പേർ സ്വർണം വാങ്ങാനെന്ന വ്യാജേനയായിരുന്നു കടയിലേക്ക് കടന്നത്. അപ്പോൾ ഉടമ കൂടിയായ ബിന്ദു ഉണ്ടായിരുന്നു. ഡോറ് പെട്ടെന്ന് തള്ളി തുറന്ന് വന്ന് എൻ്റെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ ചെയ്യുക ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന മാല എടുത്തിട്ട് ഡോറ് തുറന്ന് ഇറങ്ങി ഓടി. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ആക്റ്റീവ സ്കൂട്ടറിൽ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പുറകെ കയറി റോഡിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആക്സിഡൻ്റ് ആയി. പിന്നെ ഇവിടുന്ന് ഒരാൾ മോഷണമാണ്, മാല എടുത്തിട്ടുണ്ട്, കള്ളനാണ്, പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒരാൾ പുറകെ ഓടി. കുറച്ചു നേരം ആ CCTV കാണുമ്പോൾ കുറച്ചു നേരം ചേച്ചി നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നിന്ന് പോയത് എൻ്റെ ശ്വാസകോശത്തിലേക്കൊക്കെ ആ ഗ്യാസ് കയറിയിട്ട് എനിക്ക് സംസാരിക്കത്തില്ലായിരുന്നു. എന്നാലും ഞാൻ ഇറങ്ങി പുറത്ത് ഓടിപ്പോയി ഉള്ള ശബ്ദത്തിൽ നിലവിളി കേട്ടിട്ടാണ് ഇവിടെ നിന്നൊരാൾ ഓടി വന്നത്. അത് ആ ആൾ ഏതാണെന്നും കൂടി എനിക്കറിയില്ല, കണ്ണൊന്നും കാണത്തില്ലായിരുന്നു. ഞങ്ങളെ ലൈറ്റ് വെയിറ്റ് സാധനങ്ങളാണ് ഞങ്ങളുടെ ഓർണമെന്റ്സ് എല്ലാം. അപ്പം അത് ഡമ്മിയിലിരുന്നത് തൂക്കം ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് എടുത്തിട്ട് ഓടിയത്. ഇവർ ഈ തോമസ് മാത്യു എന്ന ഈ മലപ്പുറം സ്വദേശികളാണ് ഈ മോഷണശ്രമം നടത്തിയത്. ഇവർ ഈ കടയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ പരിസരം വീക്ഷിച്ചിരുന്നതായിട്ട് CCTV വ്യക്തമായില്ലേ? പിന്നീട് CCTV നോക്കുമ്പോൾ അവർ അരമണിക്കൂർ മുമ്പേ വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ലോഡിംഗാർക്ക് ഇരിക്കുന്നതാണ്. അവർക്ക് ഊണ് കഴിക്കാൻ പോയ സമയം എല്ലാവരും പ്ലാൻ ചെയ്ത് നോക്കിയിട്ടാണ് അവർ വന്ന് കയറിയത്. നിങ്ങൾക്ക് ആ സംശയം തോന്നാതിരുന്നത് ബിവറേജ് കൂടിയാണ് സമയത്ത്. ഇവിടെ ബിവറേജ് പിന്നെ ബ്ലിങ്കിറ്റ് ഉണ്ട്. ഇപ്പോഴും ഇവിടെ ആളുകളുള്ളതാണ്. പക്ഷെ അത് ഉച്ച സമയം ആയതുകൊണ്ട് ഒരു കുറച്ചൊരു റഷ് കുറവായിരുന്നു. അപ്പൊ അതുകൂടെ നോക്കിയിട്ടാണ് ഇവർ ഇവിടുന്ന് ഇറങ്ങി ഓടി ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലേക്കാണ് പോയത്. ആ സമയത്ത് അവിടെ പോലീസുകാർ കൂടി ഉണ്ടായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം നടക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിനോട് ശ്രദ്ധയിൽപ്പെട്ട് അവരെ വേഗം നാട്ടുകാരുടെ സഹായത്തോടുകൂടി പിടിക്കുകയായിരുന്നു. ഈ 2 പേരും മോഷണങ്ങൾ നടത്തുന്ന ആളാണെന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ബിനു തോമസിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.